വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ വിശുദ്ധ പദ പ്രഖ്യാപനത്തിന് വിപുലമായ ഒരുക്കങ്ങളുമായി ജന്മദേശമായ തൃശൂർ അതിരൂപതയും പ്രഖ്യാപനം നടക്കുന്ന ഒക്ടോബർ 13-ന് കൃതജ്ഞതാബലികളും പ്രത്യേക പ്രാർത്ഥനകളുമായി ഇടവകകളും ഒരുങ്ങുകയാണ്. ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകയും കുടുംബങ്ങളുടെ മധ്യസ്ഥയുമായി അറിയപ്പെടുന്ന വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒക്ടോബർ 13-ന് വത്തിക്കാനിൽ വിശുദ്ധയായി നാമകരണം ചെയ്യും. ഇന്ത്യൻ സമയം 1:30-ക്കാണ് വിശുദ്ധ പ്രഖ്യാപന തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുകയെന്ന് നാമകരണ ഒരുക്കങ്ങൾ വിശദീകരിക്കാനായി തൃശൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സഭാ നേതൃത്വം വ്യക്തമാക്കി. നവംബർ 16-ന് ദേശീയ തലത്തിലുള്ള കൃതജ്ഞതാബലിയും പൊതുസമ്മേളനവും കുഴുക്കാട്ടുശ്ശേരിയിൽ നടക്കും. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയെ കൂടാതെ മറ്റു 4 പേരെയും ഒക്ടോബർ 13-ന് വത്തിക്കാനിൽ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തും. ഭാരത കത്തോലിക്ക സഭയ്ക്ക് മറിയം ത്രേസ്യയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനം അഭിമാന മുഹൂർത്തമാണെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ഈ തൃശ്ശൂർ ജില്ലയിൽപ്പെട്ട പുത്തഞ്ചിറ ദേശത്ത് ജനിച്ചു വളർന്ന് പുത്തഞ്ചിറയിൽ തന്നെ അടക്കം ചെയ്തിട്ടുള്ള വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയെ ഒക്ടോബർ 13-ാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിൽ നിന്ന് നമുക്കറിയാം, ആദ്യം അൽഫോൻസാമ്മയെ വിശുദ്ധിയാക്കി, പിന്നീട് ചാവറയച്ചനെയും എബ്രാസിനെയും വിശുദ്ധിയാക്കി. ഇതാ മറിയം ത്രേസ്യ കുടുംബങ്ങളുടെ പ്രേക്ഷിത വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നു. കുഴിക്കാട്ടുശ്ശേരിയുടെ സുഹൃതമാണ് മറിയം ത്രേസ്യയെന്ന് ഇരിഞ്ഞാലക്കുട രൂപതാ ബിഷപ്പ് പോളി കണ്ണുക്കാടൻ പറഞ്ഞു. ദൈവസ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും എല്ലാവരുടെയും സ്നേഹം ഏറ്റുവാങ്ങാൻ സിസ്റ്റർ മറിയം ത്രേസ്യയ്ക്ക് കഴിഞ്ഞതായും ബിഷപ്പ് പറഞ്ഞു. 50 വർഷക്കാലം ജീവിച്ച മദർ മറിയം ത്രേസ്യ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി, സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി അധ്വാനിച്ച ഒരു നവോത്ഥാന നായികയും കൂടിയാണ്. പ്രാർത്ഥന കൊണ്ടും തപസ്സുകൊണ്ടും മനസ്സിനെ പാകപ്പെടുത്തി ഉപവി പ്രവർത്തനങ്ങൾ കൊണ്ട് ജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിച്ച നല്ലൊരു വാഴ്ത്തപ്പെട്ട മദർ മറിയം ത്രേസ്യ. വിശുദ്ധ പദവി പ്രഖ്യാപന ദിനത്തിൽ രാവിലെ 10-ന് കുഴിക്കാട്ടുശ്ശേരി തീർത്ഥാടന കേന്ദ്രത്തിൽ ദിവ്യബലിയും കൃതജ്ഞതാ സ്തോത്രവും നടക്കും. അന്നേ ദിവസം ഇരിഞ്ഞാലക്കുട രൂപതയിലെ എല്ലാ പള്ളികളിലും കൃതജ്ഞതാബലിയും ഉണ്ടാകും. വത്തിക്കാനിൽ നടക്കുന്ന വിശുദ്ധ പ്രഖ്യാപന ചടങ്ങിൽ സീറോ മലബാർ സഭയിലെ മെത്രാന്മാരും ജനപ്രതിനിധികളും തിരുക്കുടുംബ സന്യാസ സമൂഹത്തിലെ അംഗങ്ങളും വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ കുടുംബാംഗങ്ങളും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഉദയ, മോൺസിഞ്ഞോർ ലാസർ കുറ്റിക്കാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഷെക്കൈന ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷെക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.